മെസ്സേജ് ഇടൂ കേട്ടോ. ചോദിക്കുമ്പോൾ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ്, ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആണ് നമ്മൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് മിക്സിങ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ കുറേ നമുക്ക് മോട്ടാർ ആവശ്യം, അതായത് കണ്ടിന്യൂസ് തുടർച്ചയായി കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ മിക്സിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. കണ്ടിന്യൂസ്ലി തുടർച്ചയായി നമുക്ക് കൂടുതൽ മോട്ടാറുകളുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മെഷീൻ മെത്തേഡ് ചൂസ് ചെയ്യുക. അതായത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മിക്സ് ചെയ്യുന്ന മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ. For preparing mortar, water is added to a intimate mixture of binding material and sand. എന്താണ്? ബൈൻഡിങ് മെറ്റീരിയലും സാൻഡും കൂടി മിക്സ് ചെയ്താൽ ആ മിക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ മോട്ടാർ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് പഠിച്ചത്, മോട്ടാർ ഉണ്ടാക്കുന്നത്. The water to be used for the purpose should be fit for drinking. എന്താണ്? ഏത് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രത്യേകത എന്താ? pH എത്രയായിരിക്കും? 7 അല്ലേ? ഡ്രിങ്കിങ് വാട്ടറിൻ്റെ pH 7 ആയിരിക്കും. അതിനർത്ഥം എന്താ? ആൽക്കലി കണ്ടൻറ്റും അല്ല, അതുപോലെ തന്നെ ആസിഡും അല്ല. ഓക്കെ. അതുപോലെയുള്ള ഡ്രിങ്കിങ് നമ്മൾ പറഞ്ഞു, ആൽക്കലിയും പാടില്ല, ആസിഡ് കണ്ടൻറ്റും പാടില്ല, ആൽക്കലിൻ കണ്ടൻറ്റും പാടില്ല, അതുപോലെ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു മാലിന്യങ്ങളും പാടില്ല. അപ്പോൾ എന്താണ്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന pH 7 ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? മോട്ടാർ മിക്സ് ചെയ്യാനും കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും ഒക്കെ ചൂസ് ചെയ്യുക. ഓക്കെ. നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വാട്ടറും സോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം വെള്ളവും നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമുക്കത് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ വാട്ടറും കൂടിയും ടെസ്റ്റിന് കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടായിരിക്കും, അത് ചെയ്യുന്നവരുണ്ടായിരിക്കും. നോക്കിയാലോ. പിന്നെന്താണ് വരുന്നത്? അടുത്ത ടോപ്പിക്, പ്രിക്കോഷൻസ് ഇൻ യൂസിങ് മോട്ടാർ. മോട്ടാർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോട്ടാർ ഉണ്ടാക്കുന്ന സമയത്ത്, പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതെവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യണം? കുറച്ച് പ്രിക്കോഷൻസ്, അതായത് കുറച്ച് മുൻകരുതലുകളും അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതിനാണ് എന്ത് വരുന്നത്? പ്രിക്കോഷൻസ് ഇൻ യൂസിങ് മോട്ടാർ. നോക്കാം എന്താണ്? ബ്രിക്ക് ഓർ സ്റ്റോൺ പ്രിപ്പറേഷൻ. ബ്രിക്കിലും സ്റ്റോണിലും അപ്ലൈ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്? ബ്രിക്കും സ്റ്റോണിലും ആദ്യത്തെ എന്താണ്? ഓൾവേസ് സോക്ക് ബ്രിക്സ് ഓർ സ്റ്റോൺസ് ഇൻ വാട്ടർ ഫോർ എ സഫിഷ്യൻറ്റ് ടൈം ബിഫോർ അപ്ലൈയിങ് മോട്ടാർ ടു പ്രിവെൻറ്റ് ദം ഫ്രം അബ്സോർബിങ് മോയ്സ്ചർ ഫ്രം ദി മിക്സ് വീക്കനിങ് ദി ബോണ്ട്. എന്താണ് പറയുന്നത്? എന്താ സോക്ക് ചെയ്യുക? കുതിർത്ത അല്ലേ? എന്താണ് പറയുക? സോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിർത്ത. നമ്മളിപ്പോൾ അരിയൊക്കെ കുതിർത്താറുണ്ട്, ഉഴുന്ന് അതുപോലെ ഉള്ള പദാർത്ഥങ്ങൾ നമ്മൾ കുതിർത്തി വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് അടുക്കളയിൽ അല്ലേ, വീടുകളിലൊക്കെ. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ബ്രിക്സും സ്റ്റോണും സഫിഷ്യൻ്റ് ആയിട്ട്, അതായത് വേണ്ട രീതിയിൽ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? മോട്ടാറിലുള്ള വാട്ടർ ഓൾറെഡി ബ്രിക്സും സ്റ്റോണും അബ്സോർബ് ചെയ്യും. വാട്ടർ അബ്സോർപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബ്രിക്കും സ്റ്റോണും എന്ത് ചെയ്യും? നമ്മൾ മോട്ടാറിൻ്റെ ജോയിൻറ്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ ആ മോട്ടാറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഓൾറെഡി സോക്ക് ചെയ്തതാണെങ്കിൽ എന്താണ്? അതായത് ഓൾറെഡി സോക്ക് ചെയ്ത സ്റ്റോണും ബ്രിക്കും ആണെങ്കിൽ ആ വാട്ടർ അബ്സോർപ്ഷൻ കുറയും. അതായത് മോട്ടാറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവിടുത്തെ ആ ബോണ്ട് വീക്കനാവും. അതായത് മോട്ടാറിലെ വാട്ടർ അബ്സോർപ്ഷൻ ലെവൽ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പെട്ടെന്ന് ഹാർഡൻ ആവാൻ തുടങ്ങും അല്ലേ? പെട്ടെന്ന് ഹാർഡൻ ആവാൻ പാടില്ല. അതിൻ്റേതായ ടൈം എടുത്ത് മാത്രമേ സെറ്റിങ്ങും ഹാർഡനും ആവാൻ പാടുള്ളൂ. ഓക്കെ. എന്താണ് ചെയ്യേണ്ടത്? ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മേസൺറി ചെയ്യുമ്പോൾ മുമ്പ് ബ്രിക്കും സ്റ്റോണും എന്ത് ചെയ്യണം? സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം മേസൺറി വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യാതാവുമ്പോൾ മോട്ടാറിലെ
വാട്ടറിൻ്റെ കണ്ടൻറ്റ് ബ്രിക്കാണെങ്കിൽ ബ്രിക്ക് അല്ലെങ്കിൽ സ്റ്റോണ് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഈ അബ്സോർബ് ചെയ്യണോണ്ട് എന്താ പ്രത്യേകത? അവിടുത്തെ ബോണ്ട്, അതായത് ആ മേസൺറി വർക്ക് ചെയ്യുന്ന ബോണ്ട് ദുർബലപ്പെടും. ഓക്കെ, വീക്കനിങ് ദി ബോണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക, വാട്ടർ ക്വാളിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ടറിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച്. എന്താ വാട്ടറിൻ്റെ ക്വാളിറ്റി? ആസിഡ് ഉണ്ടാകാൻ പാടില്ല, ആൽക്കലി കണ്ടൻറ്റ് പാടില്ല, ഓയിലിൻ്റെ കണ്ടൻറ്റ് പാടില്ല, അതുപോലെയുള്ള ഇൻഓർഗാനിക്കും ഓർഗാനിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം, യൂസ് ക്ലീൻ ഫ്രഷ് വാട്ടർ ഫോർ മിക്സിംഗ് മോട്ടാർ. എന്താണ്? ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ് നമ്മൾ മോട്ടാർ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യം. അവോയ്ഡ് യൂസിങ് സീ വാട്ടർ ഓർ വാട്ടർ വിത്ത് ഇമ്പ്യൂരിറ്റീസ്. എന്താണ്? കടലിലത്തെ വെള്ളവും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ്, അതായത് മാലിന്യങ്ങളുള്ള വെള്ളവും ഉപയോഗിക്കാനായിട്ട് പാടില്ല, ഒഴിവാക്കണം. കടലിലത്തെ വെള്ളത്തിൽ എന്താ? സാൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലേ, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും മോട്ടാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതായത് സിമെൻറ്റ് ആണെങ്കിൽ സിമെൻറ്റ് സാൻഡുമായിട്ട് എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതുകൊണ്ടാണ് സീ വാട്ടറും അതുപോലെ തന്നെ എന്താണ് മാലിന്യങ്ങളുള്ള വാട്ടറും യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്താണ്? കൺസിസ്റ്റൻസി. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ട്, ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ട് അല്ലേ? ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? അതിന് പറഞ്ഞ പേരാണ് ഗ്രൗട്ട് അല്ലേ? വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായി കുറച്ച് ലൂസായിട്ടുള്ള മോട്ടാറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രൗട്ട് എന്ന് പറയുക. അപ്പോൾ അതിലാണ് കൺസിസ്റ്റൻസി വരുന്നത്. എൻഷ്യൂർ ദി മോട്ടാർ ഈസ് മിക്സ്ഡ് ടു ദി കറക്റ്റ് കൺസിസ്റ്റൻസി. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? മോട്ടാർ മിക്സ് ചെയ്യാനായിട്ട്. നോട്ട് ടു വെറ്റ് ഓർ നോ ടു ഡ്രൈ. എന്താണ്? കൂടുതൽ വെറ്റ് ആവാനും പാടില്ല, കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല. അതായത് കൂടുതൽ വെള്ളവും പാടില്ല, എന്ന് വെച്ചാൽ വെള്ളം വേണം താനും. അതുപോലെയുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എപ്പോഴും മോട്ടാർ യൂസ് ചെയ്യുക. അതായത് പരിക്കൻ ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. കൂടുതൽ വെറ്റ് ആവാനും പാടില്ല, കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല. നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം. അതാണ് ഈ കൺസിസ്റ്റൻസി. അതായത് കൂടുതൽ വെറ്റ് ആവാനും പാടില്ല, കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, അടുത്തെന്താണ്? വർക്ക് വിത്തിൻ ടൈം ഫ്രെയിം. എന്താ അതിൽ വരുന്നത്? വൺസ് മിക്സ്ഡ് യൂസ് ദി മോട്ടാർ വിത്തിൻ ഇറ്റ്സ് വർക്കിംഗ് ടൈം ആസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു സെറ്റ് ക്വിക്ക്ലി. എന്താണ്? മോട്ടാറൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റിംഗ് ആവുന്നതാണ് അല്ലേ? കാരണം എന്താ? സിമെൻറ്റിൻ്റെ കണ്ട്, അതായത് ബൈൻഡിങ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റിംഗ് ആവും. അപ്പോൾ എന്താണ്? ഒരു വട്ടം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് ടൈമിൽ അത് യൂസ് ചെയ്യാം. അത് ബാലൻസ് വെക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്ത് ആ വർക്ക് ചെയ്യാനോ പാടില്ല. ഓക്കെ, എന്താ വരുന്നത്? നമ്മളൊരു വട്ടം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് മിക്സ് യൂസ് ദി മോട്ടാർ വിത്തിൻ ഇറ്റ്സ് വർക്കിംഗ് ടൈം. അതായത് ആ വർക്കിംഗ് ടൈമിൽ തന്നെ അത് യൂസ് ചെയ്യണം. അത് ബാക്കി വെക്കാനോ അല്ലെങ്കിൽ അത് വേറൊരു വർക്കിലേക്ക് കുറച്ച് സമയമായിട്ട് നീക്കി വെക്കാനോ പാടില്ല. കാരണം എന്താ? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു സെറ്റ് ക്വിക്ക്ലി. പെട്ടെന്ന് എന്താവാൻ തുടങ്ങും? സെറ്റിംഗ് ആവാനായിട്ട് തുടങ്ങും. കാരണം സിമെൻറ്റ് ബൈൻഡിങ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ്. സിമെൻ്റ് ആണെങ്കിൽ സിമെൻറ്റ് അല്ലെങ്കിൽ ലൈം അതൊക്കെ എന്താണ്? പെട്ടെന്ന് സെറ്റിംഗ് ആവുന്നതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എക്കോ ഇതുവരെ മാറിയില്ല. ഇപ്പൊ സംസാരിച്ചപ്പോൾ എക്കോ. ഓക്കെ ഓക്കെ, നോക്കാം. ക്യൂറിങ് പ്രോസസ്സ്. എന്താ ക്യൂറിങ് പ്രോസസ്സ്? ക്യൂർ ചെയ്യാന്ന് വെച്ചാൽ അതായത് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ് ക്യൂറിങ്. അതായത് വെള്ളത്തിൽ തണുപ്പിക്കുക. ചൂട് കൂടുതലുള്ള സമയം ഉണ്ടായിരിക്കും. എന്താണ്? സെറ്റിങ്ങിന് എപ്പോഴും വാട്ടറിങ് ചെയ്തുകൊണ്ടേയിരിക്കണം.
നമ്മളിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്താലും മേസൺറി ചെയ്താലും പോയിൻറ്റിങ് ചെയ്താലും കോൺക്രീറ്റ് വർക്ക് ചെയ്താലും എന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ട് അതിനെന്ത് വേണം, വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് വെള്ളം നനച്ചു കൊടുക്കണം. അതാണ് എന്ത്, ക്യൂറിങ് പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിനൊക്കെ 28 ഡേയ്സ്, അതുപോലെ 5 ഡേയ്സ് 7 ഡേയ്സിലൊക്കെ എന്താണ് അത്രയും ദിവസം ക്യൂറിങ് ചെയ്തതിന് ശേഷം ടെസ്റ്റിംഗ് നടത്തുന്നുള്ളത് അല്ലേ. അപ്പോൾ അത്രയും ദിവസം തന്നെ എന്താണ് കോൺക്രീറ്റിന് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത്ത് അതിന് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ മോട്ടാറിൽ എന്താ വരുന്നത്, ക്യൂറിങ് പ്രോസസ്സിൽ വരുന്നത്, ആഫ്റ്റർ അപ്ലൈയിങ് മോട്ടാർ കീപ് ദി വർക്ക് ഏരിയ വെറ്റ് ഫോർ സെവറൽ ഡേയ്സ് ടു അലൗ പ്രോപ്പർ ക്യൂറിങ് ആൻഡ് പ്രിവെൻറ്റ് റാപ്പിഡ് ഡ്രൈയിങ് എക്സ്പെഷ്യലി ഇൻ ഹോട്ട് വെതർ. എന്താണ്, നമ്മൾ മോട്ടാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മേസൺറി ആണെങ്കിൽ നമ്മൾ മോട്ടാർ ഫില്ല് ചെയ്ത് കൊടുത്തു, ബ്രിക്കിൻ്റെ ജോയിൻസിൽ നമ്മൾ മോട്ടാർ ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കും. എന്താ പറയുന്നത്, കീപ് ദി വർക്ക് ഏരിയ വെറ്റ് ഫോർ സെവറൽ ഡേയ്സ്. എന്താണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നനച്ചു കൊടുക്കണം അല്ലേ, 2 നേരക്കും നനച്ചു കൊടുക്കണം. കാരണം എന്താ, ആ മോട്ടാറിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ട് വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. സെവറൽ ഡേയ്സ് ടു അലൗ പ്രോപ്പർ ക്യൂറിങ് ആൻഡ് പ്രിവെൻറ്റ് റാപ്പിഡ് ഡ്രൈയിങ്. എന്താണ്, അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വാട്ടറിൻ്റെ കണ്ടൻറ്റ് പെട്ടെന്ന് അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡ്രൈ ആവാൻ തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, വിള്ളലുകൾ വരും, ശ്രിങ്കേജ് വരും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോക്ക് ചെയ്തിരിക്കണം എന്നല്ലേ നിർബന്ധമായിട്ട്, കല്ലായാലും ഇഷ്ടികയായാലും, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിലും ഉണ്ടാവും ചെറിയ രീതിയിലുള്ള അബ്സോർപ്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ മോട്ടാർ എയറിലാണല്ലോ, അതായത് എയറായിട്ട് കോണ്ടാക്റ്റിലാണല്ലോ ഇരിക്കുന്നത്. ബ്രിക്കും സ്റ്റോണിൻ്റെയും കാര്യം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മോട്ടാർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിക്കിൻ്റെ ജോയിൻറ്റിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് എയറായിട്ട് കോണ്ടാക്റ്റിലല്ലേ ഇരിക്കുന്നത്. എയറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ പെട്ടെന്ന് സെറ്റിംഗ് ആവുമല്ലോ, പെട്ടെന്ന് ഡ്രൈ ആവും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, പെട്ടെന്ന്, അതായത് അത്രയും പെട്ടെന്ന് ഡ്രൈ ആവില്ല. അങ്ങനെ അത്രയും പെട്ടെന്ന് ഡ്രൈ ആവാണ്ടാവുമ്പോൾ അതിന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, വിള്ളലുകൾ വരും അല്ലേ. ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ എന്താ, പെട്ടെന്ന് ഡ്രൈ ആവാൻ വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, വിള്ളലുകൾ വരും. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ക്യൂറിങ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എക്സ്പെഷ്യലി ഇൻ ഹോട്ട് വെതർ, ചൂട് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ എന്താണ്, സമ്മറിലൊക്കെ ആണെങ്കിൽ എന്താ പ്രത്യേകത, പെട്ടെന്ന് തന്നെയാവും, ചൂട് കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഡ്രൈയിങ് ആവും. ആ സമയത്തൊക്കെ നമ്മൾ ഒരു സ്പെഷ്യൽ കെയർ കൊടുത്ത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം. വാട്ടർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം നനച്ച് കൊടുക്കുക, അതായത് വെറ്റാക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ബ്രിക്ക് മേസൺറിയും പ്ലാസ്റ്ററിങ് പോയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നനച്ച് കൊടുക്കൂലേ, അത് ചെയ്യുക. കോൺക്രീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, വെള്ളം അങ്ങനെ നിർത്തും അല്ലേ, വെള്ളം അതിൽ നിർത്തുകയാണ് ചെയ്യുക. ഒരു പോണ്ടിങ് എന്ന് പറയുക അതിന്, അതായത് തിണ്ട് കെട്ടിയിട്ട് അതിൽ വെള്ളം നിർത്തും, അങ്ങനെയല്ല ചെയ്യുക, അങ്ങനെയല്ല ചെയ്യുക. കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് തിണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിർത്തും. എന്താ, ഓക്കെ മെസ്സേജ് ഇങ്ങനെ അയച്ചാൽ മതി, സനിമോനൊക്കെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിനെ പറയാം പോണ്ടിങ് എന്നാ പറയാ, പോണ്ടിങ്. പോണ്ടിങ് അതായത് ഒരു കുളം പോലെ, അതായത് വലിയ കുളം എന്നല്ല ഉദ്ദേശിക്കുന്നത്, തിണ്ടുകൾ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിർത്തണേ നമ്മൾ പോണ്ടിങ് എന്ന് പറയും, കോൺക്രീറ്റിങ്ങിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ക്യൂറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്, ജോയിൻറ്റ് ഫില്ലിങ്. എൻഷ്യൂർ ഓൾ ജോയിൻറ്റ്സ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് മോട്ടാർ ഫോർ എ സ്ട്രോങ് ബോണ്ട്. എന്താണ്, ജോയിൻറ്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, ഫുള്ളി അത് ഫില്ല് ചെയ്തിട്ടില്ലേ എന്നുള്ളത് നോക്കണം. നമ്മളിപ്പോൾ ബ്രിക്കിൻ്റെ ജോയിൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ട്രവൽ വെച്ചിട്ടാണ് ചെയ്യുക അല്ലേ. ട്രവൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോട്ടാർ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ട്രവൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടി കൊടുക്കും അല്ലേ. അതെന്തിനാ, കംപ്ലീറ്റ്ലി ആ മോട്ടാർ അതിൻ്റെ ഉള്ളിൽ, ആ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കണം. കാരണം എന്താ,
സ്ട്രോങ് ബോണ്ട് ആവാനായിട്ട്, അതായത് അതിൻ്റെ സ്ട്രെങ്ത്, ആ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടാനായിട്ട്. മോട്ടാറിൻ്റെ ഉപയോഗം, അതായത് മോട്ടാർ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും, അതായത് നമ്മൾ ആ ചെയ്യുന്ന മെയ്സൺട്രിയുടെ സ്ട്രെങ്ത് കുറയും. ഓക്കെ. വാസിൽ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വട്ടം ജോയിൻ ചെയ്തതാണല്ലോ. വാസിൽ തന്നെയല്ലേ എപ്പോഴും ജോയിൻ ചെയ്തത്? ആ ഓക്കെ ഓക്കെ. അല്ല, വേറെ ഐ ഡിന്നാണ് കയറിയത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഐ ഡി മാറ്റിയോണ്ട് എക്കോ മാറുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ക്ലിയർ അല്ലേ ഇത്? പ്രിക്കോഷൻസ്, സ്റ്റോൺ ആൻഡ് ബ്രിക്കിൽ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം വേണം മേസൺട്രി വർക്ക് ചെയ്യാനായിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? വാട്ടർ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മോട്ടാറിൽ നിന്ന് ബ്രിക്കും സ്റ്റോണും വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മുൻകൂട്ടി സോക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യും. പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ കേട്ടോ. മോട്ടാർ പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ക്രാക്കുകളൊക്കെ വരും, അതിൻ്റെ സ്ട്രെങ്ത്തും കുറയും. അങ്ങനെ മോട്ടാറിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞാൽ മൊത്തം മേസൺട്രിയുടെ സ്ട്രെങ്ത്ത് കുറയും. അടുത്തെന്താണ്? വാട്ടർ ക്വാളിറ്റി. വാട്ടർ ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തുടക്കം മുതലേ നമ്മൾ പറയുന്നതാണ്. എന്താ? കയറാൻ പറ്റണില്ല എന്നോ? ഇത്ര പേര് കയറിയതോ? മനോജ് കുമാർ ആണോ? മനോജ് കുമാറിന് ഇന്നും അങ്ങനെയാണ്, കയറാൻ പറ്റാറില്ല. ആ രതീഷ് കയറിയല്ലോ, ക്ലാസ്സിൽ ജോയിൻ ചെയ്തല്ലോ. ആ രതീഷാണ്. രതീഷല്ല അത്? രതീഷാണ്. രതീഷ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. നമുക്ക് നോക്കാം. വാട്ടർ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തുടക്കം മുതലേ നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ്. യൂസ് ക്ലീൻ ഫ്രഷ് വാട്ടർ, അതായത് ക്ലീനും ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യണം. ഓയിലിൻ്റെ കണ്ടൻറ്റ് പാടില്ല, ആസിഡിൻ്റെ കണ്ടൻറ്റോ ആൽക്കലിയുടെ കണ്ടൻറ്റോ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റീസും പാടില്ല വാട്ടറിൽ. അവോയ്ഡ് യൂസിങ് സീ വാട്ടർ ഓർ വാട്ടർ വിത്ത് ഇമ്പ്യൂരിറ്റീസ്. മാലിന്യമുള്ള വെള്ളമോ അതുപോലെ കടൽ വെള്ളമോ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കൺസിസ്റ്റൻസി കൂടുതൽ എന്താവാൻ പാടില്ല? വെറ്റാവാനും പാടില്ല, കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല. അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു വട്ടം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വർക്കിംഗ് ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ അത് മാറ്റി വയ്ക്കാനായിട്ട് പാടില്ല. കാരണം എന്താ? പെട്ടെന്ന് അത് സെറ്റിംഗ് ആവാനായിട്ട് തുടങ്ങും. ക്യൂറിങ് പ്രോസസ്സ് പറഞ്ഞു. മോട്ടാർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മോട്ടാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് ഉള്ള ഡ്രൈയിങ് ഇല്ലാതാക്കാനായിട്ട്. പ്രിവെൻറ്റ് റാപ്പിഡ് ഡ്രൈയിങ്. പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വിള്ളലുകൾ വരും, മോട്ടാറിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ഇപ്പോൾ നമ്മൾ മോട്ടാർ യൂസ് ചെയ്തിട്ടുള്ളത് മെയ്സൺട്രിക്ക് ആണെങ്കിൽ ആ മെയ്സൺട്രിയുടെ സ്ട്രെങ്ത്ത് കുറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ ജോയിൻറ്റ് ഫില്ലിങ് ആ ജോയിൻറ്റ് ഫുള്ളായിട്ട് മോട്ടാർ വെച്ച് ഫില്ല് ചെയ്യണം, അത് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഏതൊക്കെ സ്ട്രക്ചറിന് ഏതൊക്കെ റേഷ്യൂസാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. എന്താണ് ആദ്യത്തെ? എന്താണ്? തിക്ക് ജോയിൻറ്റ് ഇൻ സ്റ്റോൺ മേസൺട്രി. സ്റ്റോൺ മേസൺട്രിയിൽ ഏതാണ് യൂസ് ചെയ്യുക? മോട്ടാർ ഏതാ? ഹൈഡ്രോളിക്, ലൈം, സാൻഡ് മോട്ടാർ. എന്താണ്? ഹൈഡ്രോളിക്, ലൈം ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള മോട്ടാറാണ് നമ്മൾ യൂസ് ചെയ്യുക. റേഷ്യോ പറഞ്ഞു 1:2. നമ്മൾ ലൈം എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആയിരിക്കും സാൻഡ് എടുക്കുക. തിക്കായിട്ടുള്ള സ്റ്റോൺ മേസൺട്രിക്ക് നമ്മൾ എന്താ കൊടുക്കുക? ഏത് മോട്ടാറ് കൊടുക്കുക? ഹൈഡ്രോളിക്, ലൈം ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള
ലൈം മോട്ടാറാണ് കൊടുക്കുക. ലൈം വിത്ത് സാൻഡ്. ഓക്കെ, റേഷ്യോ എത്രയാണ് വരുന്നത്? 1:2. അടുത്ത എന്താണ്? സ്റ്റോൺ മേസൺറി ഇൻ ഫൗണ്ടേഷൻസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ഓർഡിനറി ബിൽഡിംഗ്. ഫൗണ്ടേഷൻസിനും സൂപ്പർ സ്ട്രക്ചറിനും യൂസ് ചെയ്യുന്ന മോട്ടാർ എങ്ങനെയായിരിക്കും? 1:2 ഫാറ്റ് ലൈം സുർക്കി മോട്ടാർ ഓർ 1 part ലൈം 1 part സുർക്കി ആൻഡ് 1 part സാൻഡ്. എന്താണ്, ഏതാണ് യൂസ് ചെയ്യുക? സുർക്കി മോട്ടാറിൽ നമ്മൾ 2 കണ്ടീഷൻ പറഞ്ഞു അല്ലേ? ഒന്ന് സുർക്കി മെറ്റീരിയൽ വെച്ചിട്ട് സാൻഡും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു. അതല്ലാതെ എന്ത് പറഞ്ഞു? സുർക്കിയും ലൈമും സാൻഡും യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. ആ 2 എണ്ണമാണ് ഇവിടെ പറയുന്നത്. എന്താണ് 2 എണ്ണം? 1:2 ഫാറ്റ് ലൈം സുർക്കി മോട്ടാർ, അതും യൂസ് ചെയ്യാം. അതല്ലാതെ എന്തും യൂസ് ചെയ്യാം. ഓർ എന്താണ്? 1 part ലൈം 1 part സുർക്കി ആൻഡ് 1 part സാൻഡ്. അപ്പോൾ എന്തായിരിക്കും? 1:1 അതായിരിക്കും അതിൻ്റെ റേഷ്യോ വരിക. ഓക്കെ, സുർക്കി മോട്ടാറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 റേഷ്യോ പറഞ്ഞു, അതായത് 2 ടൈപ്പ് പറഞ്ഞു. ഒന്ന് സുർക്കിയും സാൻഡും വരുന്നത്, അതാണ് 1:2 എന്ന് പറഞ്ഞ. അതല്ലാതെ എന്താണ്? സുർക്കിയും ലൈമും സാൻഡും വരുന്നത്, 3 എണ്ണം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ള മോട്ടാർ. അതിൻ്റെ റേഷ്യോ എത്രയാണ് പറഞ്ഞേ? 1:1 എല്ലാം ഓരോന്ന് വീതം. ഓക്കെ, അടുത്ത എന്താ? ബ്രിക്ക് വർക്ക് ഇൻ ആർച്ചസ് പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഓഫ് വാൾസ്. ഏതാണ് മോട്ടാർ? 1:2 ഓർ ലൈം സുർക്കി സാൻഡ് മോട്ടാർ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് 1:1 മോട്ടാർ. സിമെൻറ്റ് മോട്ടാറാണെങ്കിൽ എന്തായിരിക്കും? സിമെൻറ്റ് മോട്ടാറല്ലേ നമ്മൾ യൂസ് ചെയ്യുക പ്ലാസ്റ്ററിങ്ങിനൊക്കെ. പ്ലാസ്റ്ററിങ് നമ്മൾ സുർക്കി മോട്ടാർ യൂസ് ചെയ്യില്ല. 1:5 തൊട്ട് 1:6 സിമെൻറ്റ് മോട്ടാറും അല്ലെങ്കിൽ ലൈം സുർക്കിയാണ് യൂസ് ചെയ്യാറ്. അത് ആദ്യത്തെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ലൈം സുർക്കിയൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് ആദ്യത്തെ വെച്ച് പറഞ്ഞിട്ടുള്ളതാ. ഇത് ഞാൻ കട്ട് ചെയ്ത് തരാം കേട്ടോ. എന്താണ്? സിമെൻറ്റ് മോട്ടാറാണ് ഇതിന് യൂസ് ചെയ്യുക, പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഓഫ് വാൾ. ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ 1 വേർഡിൽ ചോദിക്കാം, ചിലപ്പോൾ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്. ഇപ്പോൾ അടുത്ത് നോക്കാം. റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കിന് യൂസ് ചെയ്യുന്ന മോട്ടാറിൻ്റെ റേഷ്യോ ഏതാണെന്ന് ചോദിക്കാം. ഏതാ റേഷ്യോ വരിക? റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്. എന്താ റെയിൻഫോഴ്സ്മെൻറ്റ്? സ്റ്റീൽ ആഡ് ചെയ്തിട്ടുള്ള ബ്രിക്ക് വർക്കാണ് എന്ത്? റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ. ബ്രിക്ക് വർക്കിൽ നമ്മളെന്താണ്? സ്റ്റീൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് സ്റ്റീൽ ഈ കമ്പി പോലുള്ളതായിരിക്കില്ല. ഈ സ്റ്റീലിൻ്റെ മെഷൊക്കെ ഇല്ലേ, നെറ്റില്ലേ, സ്റ്റീലിൻ്റെ നെറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ, അതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? ബ്രിക്ക് വർക്കിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, സ്റ്റീലെന്ന് പറയുമ്പോൾ കമ്പി, അതായത് നമ്മൾ വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീൽ മനസ്സിൽ വരരുത്. അതായത് കമ്പിയല്ല, അങ്ങനെ കമ്പി വെച്ചിട്ടല്ല നമ്മൾ ബ്രിക്ക് മേസൺറി ചെയ്യാം. എന്താണ്? വയർ മെഷുകളില്ലേ, നെറ്റ്, സ്റ്റീലിൻ്റെ നെറ്റ്, വയർ മെഷ്, അതുപോലെ സ്റ്റീൽ പ്ലേറ്റുകൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ബ്രിക്ക് വർക്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. എന്താ? എന്ത് ബ്രിക്കാ? ഹോളോ ബ്രിക്ക്. അതിലൂടെ അടിയിൽ വരെ കമ്പി ഇറക്കിയിട്ട് അങ്ങനത്തെ ഇതല്ല, വേറെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് അത്. നമ്മുടെ നോർമലിലൊന്നും അങ്ങനെ സ്റ്റീൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഈ വയർ മെഷ് പോലുള്ള നമുക്ക് ഈ പാലങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ പുതിയ പാലം പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്തിട്ടുള്ളിടത്ത് കണ്ടാൽ മനസ്സിലാവും, മെഷ് വെച്ചിട്ടുണ്ടാവും, വയർ മെഷുകൾ സ്റ്റീലിൻ്റെ. ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എന്താ? കല്ലുമൊക്കെ മണ്ണൊക്കെ കയറ്റിട്ടല്ലേ കല്ല് പോരാതിരിക്കാൻ വേണ്ടി.
അതെ. ഇതേപോലെ തന്നെ നമ്മള് വാള് ചെയ്യുമ്പോ ഹോളിന്റെ ഉള്ളിൽ കൂടി കമ്പി ഇറക്കും, എന്നിട്ട് അതില് മോട്ടാർ ഫില്ല് ചെയ്യും. ഓ, വർക്ക് കൂടുതലാണ്. അത് പുറത്തൊക്കെ അങ്ങനെ ചെയ്യണത് അങ്ങനത്തെ ബ്ലോക്ക് വർക്ക്. അപ്പോൾ നോക്കാം, ഏത് സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്യുക, അതായത് സിമെൻറ്റ് മോട്ടാറാണ് യൂസ് ചെയ്യുക. റേഷ്യോ 1:3. 1:3 സിമെൻറ്റ് മോട്ടാറാണ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കിന് യൂസ് ചെയ്യുക. അടുത്ത എന്താണ് വരുന്നത്? മാസ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻസ്, പേവിംഗ് ടൈൽസ്, കേവിറ്റി വാൾസ്, പ്ലാസ്റ്ററിംഗ് ഓഫ് സീലിംഗ്, and external plastering work etc. where good finish is required. ഏതൊക്കെയാ? ഫൗണ്ടേഷൻസ്, പേവിംഗ് ടൈൽസ്. എന്താണ്? ടൈല് വിരിക്കുക, അതിനാണ് പേവിംഗ് ടൈൽസ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? കേവിറ്റി വാൾസ്. കേവിറ്റി വാൾസ് കണ്ടിട്ടുണ്ടോ? കേവിറ്റി വാൾസിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. പ്ലാസ്റ്ററിംഗ് ഓഫ് സീലിങ്സ്, എക്സ്റ്റേണൽ പ്ലാസ്റ്ററിംഗ് വർക്ക്. അതുപോലെ തന്നെ എവിടെയാണ് നല്ല രീതിയിലുള്ള ഫിനിഷിങ് ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ഏത് മോട്ടാർ യൂസ് ചെയ്യുക? 1:4 സിമെൻറ്റ് സാൻഡ് മോട്ടാർ, അതായത് 1:4 സിമെൻറ്റ് മോട്ടാർ. പിന്നെ ഏതാണ്? ഓർ 1:3 ഹൈഡ്രോളിക് ലൈം മോട്ടാർ കേട്ടോ. 1:4 സിമെൻറ്റ് മോട്ടാറും 1:2 തൊട്ട് 1:3 വരുന്ന ഹൈഡ്രോളിക് ലൈം മോട്ടാറാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? അടുത്ത എന്താണ്? മാസീവ് വർക്ക് ബിലോ ഗ്രൗണ്ട് ലെവൽ എസ്പെഷ്യലി ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയാസ്. എന്താണ്? വലിയ മാസീവായിട്ടുള്ള, എന്താണ് മാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? വലിയ വലിയ പ്രൊജക്റ്റുകൾ അല്ലേ? അതായത് വലിയ വലിയ പ്രൊജക്റ്റുകളിൽ എന്താണ്? ബിലോ ഗ്രൗണ്ട് ലെവലിൽ താഴെ, ബിലോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ വരും, അതായത് താഴേക്ക് പോകുന്നവരും വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ വരും. അതാണെന്ത്? വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ ഏത് മോട്ടാറായിരിക്കും യൂസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, സിമെൻറ്റ് മോട്ടാറാണ് യൂസ് ചെയ്യുക അല്ലേ? വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ എന്താണ്? 1:3 സിമെൻറ്റ് സാൻഡ് മോട്ടാർ, അതായത് 1:3 സിമെൻറ്റ് മോട്ടാർ ഓർ 1:3 ലൈം എമിനൻ്റ്ലി ഹൈഡ്രോളിക്. എന്താണ്? എപ്പോഴും നമ്മൾ ഹൈഡ്രോളിക് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. താഴെ ആകുമ്പോൾ ഏതാണ്? ലൈം, ഹൈഡ്രോളിക് ലൈം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, വാട്ടർ ലോഗ്ഡ് ഏരിയാസ് വരുമ്പോൾ. അടുത്തെന്താണ്? മാസീവ് വർക്ക്സ് ഏതൊക്കെയാണ്? ഡാം, റീറ്റെയിനിങ് വാള്, ഡാം പ്രൂഫിംഗ്, ഫ്ലോറിംഗ് എക്സെട്ര. ഇവിടെയൊക്കെ ഹൈ ഫിനിഷിങ് വരേണ്ട സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുള്ളൂ? 1:3 സിമെൻറ്റ് മോട്ടാർ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതായത് കൂടുതൽ സ്ട്രെങ്ത് വേണ്ട സ്ട്രക്ചറുകളാണ് ഇത്, ഡാമൊക്കെ, റീറ്റെയിനിങ് വാളൊക്കെ. അവിടെയൊക്കെ എന്ത് വേണം? സിമെൻറ്റ് മോട്ടാർ തന്നെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഒരു 7 പോയിൻറ്റുകളുണ്ട്. 7 വർക്കുകളും അതിന് യൂസ് ചെയ്യുന്ന റേഷ്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? മെസ്സേജ് ഇടൂ, അല്ലെങ്കിൽ ആരെങ്കിലും പറയൂ. അപ്പം ഇത്രയാണ് നമ്മുടെ മോട്ടാറിൻ്റെ പോർഷനിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ? മോട്ടാർ ക്ലിയർ അല്ലേ ഇന്നത്തെ പോർഷൻ? മോട്ടാറിൽ എന്തൊക്കെ പഠിച്ചു? മോട്ടാറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പേസ്റ്റ് ഫോമിനെയാണ് മോട്ടാർ എന്ന് പറയുക. ഇൻഗ്രീഡിയൻസ് പഠിച്ചു, ബൈൻഡിങ് മെറ്റീരിയൽ ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽ. ഏതൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞേ? ബൈൻഡിങ് മെറ്റീരിയൽ ഓർ സിമെൻറ്റിങ് മെറ്റീരിയൽ എക്സാമ്പിൾ സിമെൻറ്റ്, ലൈം അല്ലേ? അതുപോലെ ഫൈൻ അഗ്രിഗേറ്റ് ഏതൊക്കെയാ? സാൻഡ്, ആഷ്, അതൊക്കെ. വാട്ടർ എന്താണ്?
ഫ്രീ ഫ്രം ഓയിൽസ്, ആസിഡ്സ്, ആൽക്കലി ആൻഡ് അതർ ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. ഇതാണ് എന്തിൽ പഠിച്ച്, ഇൻഗ്രീഡിയൻസിൽ പഠിച്ച്. പിന്നെ നമ്മൾ ഫങ്ഷൻസ് ആണ് പഠിച്ച്. ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ കോൺക്രീറ്റിങ്ങിൽ കോഴ്സ് അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മേസൺറി വർക്കിലെ ജോയിൻസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ലിക്വിഡായിട്ടുള്ള മോട്ടാറിനെ ഗ്രൗട്ട് എന്ന് പേര് പറയുന്നു. അതുപോലെ എന്താണ്, വെതർ റെസിസ്റ്റിംഗ് ആണ്. അത് പിന്നെ പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്. ഈസിലി വർക്കബിൾ ആണ്, ഈസിലി വർക്കബിൾ, ഷുഡ് ബി ചീപ്പ്, ഡ്യൂറബിൾ ആണ്, പെനിട്രേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ പെനിട്രേഷനെ, റെയിൻ വാട്ടറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പെനിട്രേഷനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡ്യൂറബിൾ ആണ്. അതിനോടൊപ്പം തന്നെ എന്താണ്, ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെ ഡ്യൂറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെന്താണ്, ജോയിൻസ് ഫോംഡ് ബൈ മോട്ടാർ ഷുഡ് നോട്ട് ഡെവലപ്പ്, അതായത് ക്രാക്കിങ്സും കാര്യങ്ങൾസും ഒന്നും ഇല്ലാതെ നോക്കുന്നുണ്ട്. പിന്നെ യൂസസാണ് പറഞ്ഞ, ബ്രിക്ക് മേസൺറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പ്ലാസ്റ്ററിങ് വർക്ക് യൂസ് ചെയ്യാനായിട്ട്, മോൾഡിങ് പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പൈപ്പിൻ്റെ ജോയിൻസ് ചെയ്യാനായിട്ട്, അതുപോലെ നല്ല ഗുഡ് അപ്പിയറൻസ് വേണ്ട സ്ട്രക്ചറുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, മേസൺറി വർക്കിലെ ഓപ്പണിങ്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. കോൺക്രീറ്റിങ്ങിലെ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസസ്. പിന്നെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ ബൾക്ക് ഡെൻസിറ്റി, കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലെയാണ് കേട്ടോ ഇത്. ബൾക്ക് ഡെൻസിറ്റി അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഹെവി മോട്ടാറും ലൈറ്റ് വെയ്റ്റ് മോട്ടാറും. ഹെവി മോട്ടാർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 15 kN/mm ക്യൂബോ അതിൽ കൂടുതലോ ആണ് ബൾക്ക് ഡെൻസിറ്റി എന്ന് വെച്ചാൽ അതിനെ ഹെവി മോട്ടാർ എന്ന് പറയും. അതിൽ താഴെയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് മോട്ടാർ എന്ന് പറയും. പിന്നെ അടുത്തത് കൈൻഡ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ലൈം മോട്ടാർ, സുർക്കി മോട്ടാർ, സിമെൻറ്റ് മോട്ടാർ, ജിപ്സം മോട്ടാർ. ബൈൻഡിങ് മെറ്റീരിയൽ ലൈമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈം മോട്ടാർ എന്ന് പറയും. സുർക്കി ആണെങ്കിൽ സുർക്കി മോട്ടാർ, സിമെൻ്റ് ആണെങ്കിൽ സിമെൻറ്റ് മോട്ടാർ, ആൻഡ് ജിപ്സം ആണെങ്കിൽ ജിപ്സം മോട്ടാർ എന്ന് പറയും. ലൈം മോട്ടാർ എന്താണെന്ന് പറഞ്ഞു, ഫാറ്റ് ലൈം ആൻഡ് ഹൈഡ്രോളിക് ലൈമാണ് യൂസ് ചെയ്യുക. പിന്നെ വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ യൂസ് ചെയ്യില്ല. പിന്നെന്താണ്, 1:2 ആണ് പ്രൊപ്പോർഷൻ വരുന്നത്. കൂടുതൽ ലോഡൊന്നും ബെയർ ചെയ്യാനായിട്ട് പറ്റില്ല. സുർക്കി മോട്ടാർ പറഞ്ഞു, സുർക്കിയും സാൻഡും യൂസ് ചെയ്യും. അതുപോലെ തന്നെ സുർക്കിയും ലൈമും സാൻഡും വരുന്ന രീതിയിൽ യൂസ് ചെയ്യും. ഓക്കെ. പ്ലാസ്റ്ററിങ് പോയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് സുർക്കി മോട്ടാർ യൂസ് ചെയ്യാറില്ല, പെട്ടെന്ന് നശിച്ചു പോകുന്നതുകൊണ്ട്. അടുത്താണ് എന്ത്, സിമെൻറ്റ് മോട്ടാർ. സിമെൻ്റാണ് ബൈൻഡിങ് മെറ്റീരിയൽ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ 1:2 തൊട്ട് 1:6 വരെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, സിമെൻറ്റ് മോട്ടാറിൽ ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് സാൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജിപ്സം മോട്ടാറിൽ ജിപ്സമാണ് ബൈൻഡിങ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ പ്രിപ്പറേഷൻ ഇന്നെടുത്തതാണ്. ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങും ആണ് വരുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സിംഗ് ആണ് യൂസ് ചെയ്യുക. അതായത് മാൻ പവറിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു. നമുക്ക് അറ്റ് എ ടൈം കണ്ടിന്യൂസ്ലി തുടർച്ചയായി നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ മെഷീൻസിനെ യൂസ് ചെയ്യും. അതുപോലെ വാട്ടർ നമ്മളെപ്പോഴും ഡ്രിങ്ക് ചെയ്യണം, അതായത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടറാണ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ സ്റ്റോൺ മേസൺറിയിൽ സ്റ്റോൺസ് സോക്ക് ചെയ്യണം, എന്നിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. വാട്ടർ ക്വാളിറ്റിയോ ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ വേണം. സീ വാട്ടർ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നെ കൺസിസ്റ്റൻസി കൂടുതൽ വെറ്റാവാനും പാടില്ല, കൂടുതൽ അങ്ങോട്ട് ഡ്രൈ ആവാനും പാടില്ല. പിന്നെന്താണ്, നമ്മൾ വൺ ടൈം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വർക്കിന് വേണ്ടി തന്നെ യൂസ് ചെയ്യണം, മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. പിന്നെ ക്യൂറിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം. മോട്ടാർ, അതായത് എടുത്ത് കഴിഞ്ഞ പോർഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്പീഡിൽ പറയുന്നത്. ഇപ്പോൾ ക്യൂറിങ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. പെട്ടെന്ന് ഡ്രൈ ആയ ക്രാക്കുകൾ വരും, അത് നമ്മുടെ ജോയിൻസിനെ ബാധിക്കും. ജോയിൻറ്റ് ഫില്ലിങ് എന്താണ്, ജോയിൻറ്റ്സ് കറക്റ്റ് കംപ്ലീറ്റ്ലി തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാപ്പുകളൊന്നും ഇടാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ഏതൊക്കെ
വർക്കിന് ഏതൊക്കെ പ്രൊപ്പോർഷനാണ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? യെസ്. ഇനി അൺമ്യൂട്ട് ആക്കിക്കോളൂ.